ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം. ഇതിപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് ഇൻവെന്ററി അക്കൗണ്ടിംഗ് ആണ് നമുക്ക് കൂടുതലും വേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് ടാലി നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള കുറെ അക്കൗണ്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത്യാവശ്യം ഒരു വെയർ ഹൗസിൽ ഒരു ബില്ല് വന്നാലോ എത്ര ഒരു ബില്ല് വന്നാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ശരിക്കും ടാലി എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻവെന്ററി അക്കൗണ്ടിങ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അപ്പോ പഠിച്ചെടുക്കാൻ ആദ്യത്തെ ആ ബേസിക് പഠിച്ചെടുക്കാൻ ഒരു അല്പപ്പാടാണ്. സോ നിങ്ങൾ ക്ലാസ്സിന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുക. ദയവായി നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇടയിൽ ചാറ്റ് ചെയ്യാനോ ക്വസ്റ്റ്യൻ കേൾക്കാനോ ഒന്നും പോകാതിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എഴുതുന്നത് കാണാമോ? എഴുതുന്നത് കാണാമോ? ഒരാൾ റെസ്പോണ്ട് ചെയ്യണേ, അനു റെസ്പോണ്ട് ചെയ്യണേ. സർ വോയിസ് ക്ലിയർ ആവില്ല, കുറച്ചുകൂടെ ലൗഡ് ആയിട്ട് പറയാമോ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല. ആവശ്യമുള്ളത് വേണമെങ്കിൽ എഴുതി എടുക്കുന്നുണ്ട്. എവിടെ നോക്കിയേ? ഇവിടെ നമുക്ക് ടാലി എന്ന് പറയുന്നത് ഒരു ഇൻവെന്ററി അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. ടാലി സിസ്റ്റം ഉള്ളവർക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് വീഡിയോ വേണ്ടിയിട്ട് അയച്ചുതരാം. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ടാലി പ്രൈം ആണ്. ടാലി പ്രൈം ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ടാലി പ്രൈം ആണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ഒരു ഓഫീസിൽ ചെല്ലുകയാണെന്ന് വിചാരിക്കും. നിങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓഫീസിൽ ചെല്ലുന്നത്, വെയർ ഹൗസിൽ ചെല്ലും. വെയർ ഹൗസിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മളോട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറച്ച് മാനുവൽ അക്കൗണ്ടിങ് മനസ്സിലാക്കണം. എങ്ങനെയാണ് ടാലിയിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ട്രാൻസാക്ഷൻസ് എഴുതാൻ അറിയാം. നിങ്ങൾ രാവിലെ 9:30 ഓഫീസിലെത്തിയാണ്. 9:30 ഓഫീസിലെത്തുമ്പോൾ അവിടെ ഒരു ബില്ല് കിടക്കുന്നു. പെയ്ഡ് റെന്റ് വാടക കൊടുത്തു 500 രൂപയുടെ ഒരു ബില്ല്. ഓക്കെ, പെയ്ഡ് റെന്റ് വാടക കൊടുത്തു 500 രൂപയുടെ ബില്ല്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അടുത്തൊരു ബില്ല് കിടക്കുന്നു, പെയ്ഡ് കമ്മീഷൻ. അതൊരു 1000. ഓക്കെ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ റെസീവ്ഡ് കമ്മീഷൻ. നമുക്ക് ഇങ്ങോട്ട് കമ്മീഷൻ ഒരു 2000 രൂപ. അതും കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങോട്ട് റെസീവ്ഡ് ഇൻവെസ്റ്റ്. നമ്മൾ ബാങ്കിൽ കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? ഇത്ര എഴുതിയത് മനസ്സിലായല്ലോ? ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആദ്യത്തെ 2 ട്രാൻസാക്ഷനിൽ പെയ്ഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്? പെയ്ഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുന്നത് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയ്ഡ് ഹലോ സാർ, സൗണ്ട് കേൾക്കുന്നില്ല. സൗണ്ട് കേൾക്കുന്നില്ല? കുറവാണ് സാർ, വോയിസ് വളരെ ഫീബിൾ ആണ്. എല്ലാവർക്കും അങ്ങനെയാണോ? യെസ് സാർ, സൗണ്ട് കേൾക്കുന്നില്ല സാർ. യെസ് സാർ, കേൾക്കുന്നില്ല സാർ. ഒന്നും ക്ലിയർ അല്ല സാർ, സൗണ്ട് കേൾക്കുന്നില്ല സാറേ, ഒരു ക്ലിയർ അല്ലാത്ത രീതിയിൽ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പോഴും ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ ആയി. ഉറപ്പാണോ? ക്ലിയർ ആണോ? മൈക്കിന്റെ ഡിസ്റ്റൻസിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു സാർ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയി സാർ, നേരത്തെ ക്ലിയർ ആയി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയത് നമ്മളാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു. നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് പഠിക്കും. അപ്പൊ നമ്മൾ എത്ര മണിക്ക് എത്തി? രാവിലെ 9:30 നമ്മൾ വെയർ ഹൗസിലെത്തി.
ഫെറോസിലെത്തിയപ്പോൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ അവിടെ കിടക്കുകയാണ്. ഏതൊക്കെയാണ് ട്രാൻസാക്ഷൻസ്? വളരെ സിമ്പിൾ ആണ്. ഒന്നാമത്തേത് പെയ്ഡ് റെന്റ്, രണ്ടാമത്തേത് പെയ്ഡ് കമ്മീഷൻ, മൂന്നാമത്തേത് റിസീവ്ഡ് കമ്മീഷൻ, നാലാമത്തേത് റിസീവ്ഡ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത്രയും ട്രാൻസാക്ഷൻസ് അവിടെ കിടക്കുകയാണ്. ഈ ട്രാൻസാക്ഷൻസ് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ രണ്ട് ട്രാൻസാക്ഷനും എന്താണ്? ആദ്യത്തെ രണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്സ്പെൻസ് ആണ്, ആണോ അല്ലേ? ആദ്യത്തെ രണ്ട് ട്രാൻസാക്ഷനെ നമുക്ക് എന്ത് പറയാം? എക്സ്പെൻസ് എന്ന് നമുക്ക് പറയാം അല്ലെ? ആദ്യത്തെ രണ്ട് ട്രാൻസാക്ഷനെ നമുക്ക് എന്ത് പറയാം? എക്സ്പെൻസ് എന്ന് പറയാം. ഇനി അടുത്ത രണ്ട് ട്രാൻസാക്ഷൻസ് റിസീവ്ഡ് ആണ്, അതിനെ നമുക്ക് ഇൻകം എന്ന് പറയാം. ആദ്യത്തെ രണ്ട് ട്രാൻസാക്ഷൻസ് എക്സ്പെൻസ്, അടുത്ത രണ്ട് ട്രാൻസാക്ഷൻസ് ഇൻകം. ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ, ഇല്ല. ഇല്ല സാർ. അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, അനലൈസിങ്, ഇന്റർപ്രറ്റിംഗ്, അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഡെഫിനിഷൻ ഒന്നും ആവശ്യമില്ല. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് മറ്റൊന്നുമല്ല, റെക്കോർഡിംഗ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റെക്കോർഡിംഗ്. അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇവിടെയൊക്കെ നിങ്ങൾ പോയിട്ടില്ലേ? ഹോട്ടലിലൊക്കെ പോകുമ്പോ ഒരു കമ്പനി ബിൽഡിങ്ങിനെ കുത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് സാർ. കുത്തി വെച്ചിരിക്കുന്നത് ഈ ടാലി ചെയ്യാൻ വേണ്ടിട്ടില്ലേ? എൻഡ് ഓഫ് ദി ഡേ. അത് എന്താണ്? അന്നത്തെ ദിവസം ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നോക്കാൻ ചെയ്തത് അവരങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയോ, അക്കൗണ്ടിങ്ങില് നമുക്ക് രണ്ട് എലമെന്റ് ആണ് ഉള്ളത്. എല്ലാ ട്രാൻസാക്ഷനും എത്ര എലമെന്റ് ഉണ്ട്? രണ്ട് എലമെന്റ്. എല്ലാ ട്രാൻസാക്ഷനും എത്ര എലമെന്റ് ഉണ്ട്? രണ്ട് എലമെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പർച്ചേസ്ഡ് ഫർണിച്ചർ, അവിടെ രണ്ട് എഫക്ട് ഉണ്ട്. നമ്മളൊരു ഫർണിച്ചർ വാങ്ങിച്ചു. ഒന്ന്, ഫർണിച്ചർ വന്നു, ആണോ അല്ലേ? ഫർണിച്ചർ വന്നില്ലേ? ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. ഇതാണ് രണ്ട് എഫക്ട്. ക്ലിയർ ആണോ? ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി, ഇതാണ് രണ്ട് എഫക്ട്. അപ്പൊ എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്ട് ഉണ്ട്. നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ട്രാൻസാക്ഷൻസ് എന്തായിരിക്കും? ഒരു ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. എന്തായിരിക്കും? ഒരു ട്രാൻസാക്ഷൻ എന്തായിരിക്കും? പറഞ്ഞ ഒരു ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. ഒരു ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന കാര്യം, നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ്? രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ട്രാൻസാക്ഷൻ എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. നോക്കിയേ, ഇത് ശ്രദ്ധിക്കണം. നമുക്ക് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ജേണൽ എന്ന് പറയും. അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ജേണൽ എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ജേണൽ എന്ന് പറയും. അപ്പൊ നോക്കിയേ, ജേണലിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഏതാണ് ജേണലിന്റെ ഫോർമാറ്റ്? ഇത് ജേണൽ ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ജേണലിന്റെ ഫോർമാറ്റ്. ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നോക്കിയോ, ഒന്നാമത്തെ കോളം നമ്മളിതിനെ എന്താ പറയുന്നത്? ജേണൽ എന്ന് പറയും. ഒന്നാമത്തെ കോളം ഡേറ്റ് കോളം. ഒന്നാമത്തെ കോളം ഡേറ്റ്, രണ്ടാമത്തെ കോളം പർട്ടിക്കുലർ, മൂന്നാമത്തെ കോളം എമൗണ്ട്, നാലാമത്തെ കോളം എമൗണ്ട്. ഇതാണ് ഒരു ജേണലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്.
അപ്പോ നമുക്കറിയാം നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടായിരിക്കും. ഡാഷ് അക്കൗണ്ട്സ് ഡെറ്റർ ടു നടക്കാത്തത് ടു ഡാഷ്. ഇതാണ് ജേണലിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാഷ്. ഈ രണ്ട് ഡാഷ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ട്. ഈ രണ്ട് ട്രാൻസാക്ഷൻസ് എഴുതാനാണ് നമ്മൾ ഈ രണ്ട് ഡാഷ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളിവിടെ എന്താ പറഞ്ഞത്? പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ട്രാൻസാക്ഷൻ ഉണ്ട് അല്ലെ? പെയ്ഡ്, റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെയ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പെയ്ഡ് എക്സ്പെൻസ് തന്നെയല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾക്ക് 66 പേര് ജോയിൻ ചെയ്തിട്ടു. ഇനിയിപ്പോ നിങ്ങൾക്ക് സെക്കൻഡ് ഇന്റേണൽ എക്സാം നടക്കുമല്ലോ. അപ്പൊ ഈ സെക്കൻഡ് ഇന്റേണൽ എക്സാം നടക്കുമ്പോൾ, ഞാൻ പരീക്ഷ നടത്തുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടിയാൽ നിങ്ങൾ എവിടെ വരും? നിങ്ങളുടെ മാർക്ക് കൂടിയാൽ നിങ്ങൾ എവിടെ വരും? പറ. എല്ലാവർക്കും നിങ്ങൾ മുകളിൽ വരില്ലേ? മാർക്ക് എല്ലാവർക്കും നിങ്ങൾ മുകളിൽ വരില്ലേ? മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾ എവിടെ വരും? ഏറ്റവും താഴെ വരും. ഏറ്റവും താഴെ വരും. അത്രേ ഉള്ളൂ. ക്യാഷ് കൂടിയാൽ, ബിസിനസ്സിൽ ക്യാഷ് കൂടിയാൽ ക്യാഷ് മുകളിൽ വരും. ഓക്കെ, ബിസിനസ്സിൽ ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് എവിടെ വരും? എവിടെ വരും? താഴെ വരും. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മളിവിടെ ജേണൽ പഠിച്ചു കഴിഞ്ഞു. ഇത്രയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇവിടെ രണ്ട് പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് ക്യാഷ് കൂടിയാൽ ക്യാഷ് ഇവിടെ വരും അല്ലേ? ഇനി അടുത്ത് ക്യാഷ് കുറഞ്ഞാലോ? ക്യാഷ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ക്യാഷ് തൊട്ട് താഴെ വരും. ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് എന്ത് ചെയ്യും? തൊട്ട് താഴെ ഇവിടെ വരും. ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് തൊട്ട് താഴെ. മനസ്സിലായി? അപ്പൊ ഈ ക്യാഷിന്റെ പ്ലേസ് ആണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നമുക്ക് നമ്മുടെ എൻട്രിയിലോട്ട് പോവാം. ഇവിടെ എന്താ കിടക്കണേ? പെയ്ഡ് റെന്റ്. പെയ്ഡ് റെന്റ് 500. നിങ്ങൾ നോക്കൂ, പെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കുന്നു. കയ്യിലുള്ള ക്യാഷ് കൂടുകയോ കുറയും? പെയ്ഡ് റെന്റ് കുറയും. ക്യാഷ് കുറയുമ്പോ ക്യാഷ് എവിടെ വരും? പെയ്ഡ് റെന്റ് 500 താഴെ വരും. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ എൻട്രി എങ്ങനെ എഴുതുന്നത്? ഞാൻ പറഞ്ഞു എല്ലാ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ട്. ഡാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാഷ്. ഈ രണ്ട് ഡാഷ് ആണ് നമ്മൾ നോക്കേണ്ടത്. ക്യാഷ് നിങ്ങൾ പറഞ്ഞു ഇത് പെയ്ഡ് റെന്റ് ആണ്, നിങ്ങൾ വാടക കൊടുക്കുന്നു. സോ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് താഴെ വരുന്നു. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല. സോ അതുകൊണ്ട് ക്യാഷ് താഴെ എഴുതുന്നു. മുകളിൽ എന്താണോ കൊടുത്തത് അത് റെന്റ് 500. ഇതിന് നേരെ 500 രൂപ വന്നത് 500 രൂപ പോയി. എന്നിട്ട് ഇത്രയും വെച്ച് ക്ലോസ് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ എൻട്രി ഇതാ, പെയ്ഡ് കമ്മീഷൻ. കമ്മീഷൻ കൊടുത്തു 1000. ഇവിടെ നോക്കിയേ. അപ്പൊ ഇവിടെ കമ്മീഷൻ എന്ന് പറയുന്നത് വരവാണോ ചെലവാണോ? ചെലവാണ്. അപ്പൊ ചെലവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കൂടുകയോ കുറയോ? കുറയും. ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് താഴെ വരും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നമുക്കറിയാം ഫോർമാറ്റ് ഡാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാഷ് എന്നാണ്. നമ്മൾ പറഞ്ഞു പെയ്ഡ് കമ്മീഷൻ ആണ്. ക്യാഷ് കുറയുന്നു. ക്യാഷ് കുറഞ്ഞാൽ എവിടെ വരും? താഴെ വരും. മുകളിൽ എന്താ നടന്നത്? അത് വരും. കമ്മീഷൻ. ക്ലിയർ ആണോ? ഇനി അടുത്ത് നമ്മൾ അടുത്ത മൂന്നാമത്തെ എൻട്രി എന്താ പറഞ്ഞത്? റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടി. റിസീവ്ഡ് കമ്മീഷൻ ഞാൻ 2000 പറഞ്ഞില്ലേ? റിസീവ്ഡ് കമ്മീഷൻ. ഓക്കെ, കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടി. കമ്മീഷനിലെ എമൗണ്ട് എഴുതണ്ടേ സാർ? കമ്മീഷൻ ഞാൻ ഇവിടെ 2000 ഇട്ടു. അല്ല ഇതില്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ പറയുന്നത് നോക്കിയേ, പെയ്ഡ് അല്ല റിസീവ്ഡ് കമ്മീഷൻ. നമുക്ക് കമ്മീഷൻ ഇങ്ങോട്ട് കിട്ടി. നമ്മളെ കയ്യിലുള്ള ക്യാഷ് കൂടുകയോ കുറയും? കൂടുന്ന ക്യാഷ് എവിടെ വരും? കൂടുന്ന ക്യാഷ് എവിടെ പോകും? കൂടുന്ന ക്യാഷ് മുകളിൽ പോകും. അതാണ് എന്താണ്? അപ്പൊ ഇവിടെ രണ്ട് ഫോർമാറ്റ് ഉണ്ട്. ഡാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാഷ്. ക്യാഷ് കൂടിയില്ലേ? അപ്പൊ ക്യാഷ് മുകളിലല്ലേ പോണേ? ക്യാഷ് എന്താണോ നടന്നത് അത് താഴെ. കമ്മീഷൻ. ക്ലിയർ ആണോ ഇല്ലേ? അടുത്ത ട്രാൻസാക്ഷൻ ഇവിടെ പറയുന്നു. അടുത്ത ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞത്? റിസീവ്ഡ് ഇൻട്രസ്റ്റ്. ഞാൻ 750. റിസീവ്ഡ് ഇൻട്രസ്റ്റ്. ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയോ? കിട്ടിയില്ലേ?
ക്യാഷ് ഇങ്ങോട്ട് കിട്ടി. കിട്ടിയില്ലെങ്കിൽ ക്യാഷ് കിട്ടി. ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയാൽ എവിടെ വരും? മുകളിൽ മുകളിൽ വരും. തന്നല്ലോ, ഡൗട്ട് ഇല്ലല്ലോ, ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ക്യാഷ് എടുത്ത് നമ്മള് മുകളിൽ എഴുതുന്നു. ക്യാഷ് എടുത്ത് മുകളിൽ എഴുതുന്നു. ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഇൻട്രസ്റ്റ്. സോ നമ്മുടെ വർക്കിംഗ് നോട്ട് ഇത്രയേ ഉള്ളൂ ഇല്ലേ? ഇൻകം വന്നാൽ ക്യാഷ് ടോപ്പിലാണ്. ഓക്കെ. ഈ എക്സ്പെൻസ് വന്നാൽ ക്യാഷ് ബിലോയാണ്, താഴെയാണ്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു നിങ്ങൾക്ക് അറിഞ്ഞൂടി. ഇവിടെ നോക്കിയേ, മ്യൂട്ട് ചെയ്യണേ. എവിടെയോ ഒരു നോട്ട്സ് ഉണ്ട്. മ്യൂട്ട് ചെയ്യണേ. ക്യാഷ് അക്കൗണ്ട്സ്, ഞാൻ ചോദിക്കുന്ന ആൾ പറഞ്ഞത്, ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ഫ്രണ്ട്. സിമി ഒന്ന് പറയാമോ, ഇത് വരവാണോ ചെലവ്? സിമി ഒന്ന് പറയാമോ? വരവാണ്. കാരണം എന്താണ് പറഞ്ഞേ? കാരണം ക്യാഷ് മേളിൽ വന്നു. ക്യാഷ് മുകളിൽ കണ്ടല്ലോ. ഇനി എന്നാൽ അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സജിയോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എവിടെ നോക്കിയേ? ഇവിടെ കമ്മീഷൻ, ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇത് വരവാണോ ചെലവാണോ? ചെലവാണ് സാർ. എക്സ്പെൻസ്. ചെലവാണ്, എക്സ്പെൻസ് ആണ്. നമുക്ക് ക്യാഷ് എന്ത് ചെയ്തു? താഴോട്ട് പോയി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ നോക്കിയോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ജേണല് ഒരു ബില്ല് കണ്ടാൽ വരവും ചെലവും ഏതാണെന്ന്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കണ്ടാൽ വരവും ചെലവും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. തന്നല്ലോ. വരവും ചെലവും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ഫേസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നോക്കിയേ, അടുത്ത 2 എൻട്രി. ഒരു ബിസിനസ്സിൽ നടക്കുന്ന അടുത്ത 2 എൻട്രി ഏതൊക്കെയാണ്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന അടുത്ത 2 എൻട്രി. നമ്പർ 1, പർച്ചേസ്ഡ് ഗുഡ്സ്. ആരോ ജോയിൻ ആവാൻ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. സോ ക്ലാസ്സിൽ കയറാത്തൊരു വീഡിയോ ക്ലാസ് കാണാനായിട്ട് പറയുക. ഞാൻ എൻ്റെ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേ? പർച്ചേസ്ഡ് ഫർണിച്ചർ. 500. നമ്പർ 3, സോൾഡ് ഗുഡ്സ്. 600. സോൾഡ് ഫർണിച്ചർ 700. പർച്ചേസ്ഡ് ഗുഡ്സ് 1000, പർച്ചേസ്ഡ് ഫർണിച്ചർ 500, സോൾഡ് ഗുഡ്സ് 600, സോൾഡ് ഫർണിച്ചർ 700. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പഠിച്ചത് പേയ്മെന്റ്, അതായത് എക്സ്പെൻസ് ഇൻകോ ആണെങ്കിൽ, നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് എന്താണ്? പർച്ചേസും സെയിലുമാണ്. മനസ്സിലായോ? നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് എന്തുവാണ്? പർച്ചേസും സെയിലുമാണ്. പക്ഷെ പർച്ചേസും സെയിലും ആയാൽ പോലും തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പർച്ചേസ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള ക്യാഷ് കൂടുക കുറയും. ക്യാഷ് കുറഞ്ഞ ക്യാഷ് എവിടെ വരും? താഴെ വരും. അപ്പൊ ഞാൻ എഴുതുന്നു, പർച്ചേസ്ഡ് ഗുഡ്സ്. ഇത്രയേ ഉള്ളൂ. ക്യാഷ് കുറയുമ്പോ ക്യാഷ് താഴെ വരും. നമ്മൾ ഇങ്ങനെ എഴുതും, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൂടുക കുറയും?
കുറയും. കുറയും. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയും. ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് വരും. താഴെ സർ. ക്യാഷ് താഴെ വരും. നമുക്ക് ഡൗട്ട് ഇല്ല, ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് താഴെ വരും. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ പക്ഷെ പർച്ചേസ് എന്ന് മുകളിൽ എഴുതൂല. നേരത്തെ നമ്മൾ പർച്ചേസ് എന്നാണ് എഴുതിയത്. ഇവിടെ നമ്മൾ പർച്ചേസ് എന്നാണ് എഴുതിയത്. കാരണം ക്വസ്റ്റ്യനിൽ അവിടെ ഗുഡ്സ് എന്നാണ് കൊടുത്തിരുന്നത്. ആണോ അല്ലേ? ഗുഡ്സ് എന്നല്ലേ കൊടുത്തിരുന്നത്? ഗുഡ്സ് എന്നാണ് കൊടുത്തത്. പക്ഷെ ഇവിടെ ഗുഡ്സിന്റെ പേര് എടുത്ത് പറയുന്നുണ്ട്. എന്താണ് ഗുഡ്സിന്റെ പേര്? ഫർണിച്ചർ. അത് നിങ്ങൾ വെറും പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ഒരു 3 മാസം കഴിഞ്ഞ് ഓണർ ചോദിക്കും, എടാ അന്ന് ഫർണിച്ചർ വാങ്ങിച്ച് എപ്പോഴും പേര് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഗുഡ്സിന്റെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ പർച്ചേസിന്റെ സ്ഥാനത്ത് നിങ്ങൾ ആ ഗുഡ്സിന്റെ പേര് കൊടുക്കുക. ഫർണിച്ചർ ക്യാഷ് താഴെ തന്നെ വരും, കാരണം ചെലവാണ്. അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. പക്കല്ലേ? ക്ലിയർ അല്ലേ? 500 500 അതല്ലോ. ഇനി അടുത്തുള്ളത് സോൾഡ് ഗുഡ്സ്. സാധനം വിൽക്കുക. സാധനം വിൽക്കുമ്പോൾ കയ്യിലുള്ള ക്യാഷ് കൂടും. കയ്യിലുള്ള ക്യാഷ് സാധനം വിൽക്കുമ്പോൾ കയ്യിലുള്ള ക്യാഷ് കൂടും. ക്യാഷ് മുകളിൽ വരും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഏതൊക്കെ നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് അക്കൗണ്ട് ടു സെയിൽ എന്ന് നമ്മൾ പറയുന്നത് ക്യാഷ് കൂടി, അതായത് സാധനം വിറ്റു, ക്യാഷ് കൂടി. പക്ഷെ ഇവിടെ രണ്ടാമത് സോൾഡ് ഫർണിച്ചർ എന്ന് പറയുന്നില്ലേ? ഫർണിച്ചറിന്റെ പേരെടുത്ത് പറയുന്നില്ലേ? ഇവിടെ പറയുന്നോ ഇല്ല? ഫർണിച്ചറിന്റെ പേര് പറയുന്നു. അപ്പൊ നമുക്ക് ക്യാഷ് എവിടെ വരും? മുകളിലല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിലിന്റെ സ്ഥാനത്ത് ഏതിന്റെ പേര് വരും? ഫർണിച്ചർ. ഇത്രയും ക്ലിയർ ആണ്. ഇത്രയും ക്ലിയർ ആണ്. ഇത്രയും ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? കേട്ടില്ല? ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ. അപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻ ആണ് എക്സ്പെൻസ് ഇൻകം. അതിങ്ങനെ മാറ്റി എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. പർച്ചേസ് സെയിൽ. സാധാരണ ഈ കൊമേഴ്സ് പഠിക്കുന്ന പിള്ളേരൊക്കെ നിയമം വെച്ചാണ് പഠിക്കുന്നത്. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല. കയ്യിലുള്ള ക്യാഷ് കൂടിയാൽ അത് ഇൻകം, കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞാൽ എക്സ്പെൻസ്. അത് മനസ്സിലാക്കുക. ക്യാഷ് മുകളിൽ താഴെ ഇടുക. നമ്മൾ 3 മാസം പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ നമ്മൾ 3 മാസമൊക്കെയാണ് ജേണൽ പഠിക്കുന്നത്. പക്ഷെ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ജേണൽ പഠിച്ചിട്ട് ഇന്ന് നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ഇതാണ് അതിന്റെ ഒരു ട്രിക്സ് എന്ന് പറയുന്നത്. കയ്യിലുള്ള ക്യാഷ് കൂടിയാൽ ക്യാഷ് മുകളിൽ വരും, കയ്യിലുള്ള ക്യാഷ് കുറഞ്ഞാൽ ക്യാഷ് താഴെ വരും. ഇനി നിങ്ങളുടെ കമ്പനി എന്ത് ചെയ്തു? ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത് 10,000 രൂപ. പിന്നെ അടുത്ത് ഡെപ്പോസിറ്റഡ് ക്യാഷ് ടു ബാങ്ക്. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് 5,000. അടുത്ത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. ഇതെല്ലാം ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നത് 6 ആണല്ലോ. വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ പർപ്പസ്. ക്യാഷ് വിഡ്രോ ചെയ്തതിന്റെ പേഴ്സണൽ പർപ്പസ്. ഒന്നാമത്തെ എൻട്രി എടുത്ത ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട്. നമ്മളിവിടെ വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൂടുതൽ. കയ്യിലുള്ള ക്യാഷ് കൂടെ കുറയോ? കയ്യിലുള്ള ക്യാഷ് കുറയും. കയ്യിലുള്ള ക്യാഷ് എടുത്താണ് നമ്മൾ എവിടെ ഇടുന്നത്? ബാങ്കിൽ ഇടുന്നത്. ക്യാഷ് താഴെ വരും, ബാങ്ക് മുകളിൽ വരും. ബാങ്കിന് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ബാങ്കിന്റെ പേര് എഴുതും. SBI എന്നോ കാനറ എന്നോ സിൻഡിക്കേറ്റ് എന്നോ എന്ത് വേണം എഴുതാം. അപ്പൊ കയ്യിലുള്ള ക്യാഷ് താഴെ വരും, ബാങ്ക് മുകളിൽ പോകും. അപ്പൊ ബാങ്ക്, കാരണം ബാങ്കാണ് കൂടുന്നത്, ബാങ്ക് ബാലൻസ് ആണ് കൂടുന്നത്. അപ്പൊ ബാങ്ക് മുകളിൽ പോകും. ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് എഴുതുന്നു 10,000 14. ഇനി അടുത്ത് ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. മനസ്സിലായ? ഡെപ്പോസിറ്റഡ് ക്യാഷ് ടു
ബാങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? Bank. ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കയ്യിലുള്ള ക്യാഷ് കൂടുക കുറയും. ഇല്ല കേരള കൂടും. കുറയും. കുറയും കുറയും. കൂടുക കുറയും. കുറയും. കുറയും, അത്രേ ഉള്ളൂ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു Better to cash. ക്യാഷ് Cash. 6000 6000. ഇനി അടുത്ത എൻട്രി വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക്. നമ്മള് Cash ക്യാഷ് ബാങ്കിൽ നിന്ന് വലിച്ചു, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൂടുക കുറയും. കൂടും. ക്യാഷ് മുകളിൽ വരും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. Bank. ക്ലിയർ? Yes. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ പർപ്പസ്. ഇത് നിങ്ങളുടെ ഓണർ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വലിക്കുകയും നമ്മൾ റെക്കോർഡ് ചെയ്യണോ വേണ്ടേ? Yes, record ചെയ്യണം. നിങ്ങൾ അക്കൗണ്ടന്റ്, നിങ്ങളെ ഓണർ എടുത്താലും ആരെടുത്താലും പൈസ അവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തന്നെ വരും. അപ്പോ ആര് ക്യാഷ് എടുത്താലും അത് റെക്കോർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. സോ അയാൾ പേഴ്സണൽ പർപ്പസിന് ക്യാഷ് എടുത്താൽ ഡ്രോയിങ് അക്കൗണ്ട്, കാരണം ക്യാഷ് കുറയുമല്ലോ, ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഈ ഡ്രോയിങ് എന്നുള്ള വാക്ക് വരുമ്പോഴേ മനസ്സിലാവും ഓണർ എടുത്തതാണ്. മനസ്സിലായ? ഇല്ല. നമ്മുടെ ലാസ്റ്റ് ട്രാൻസാക്ഷനിലോട്ട് പോകുന്നത് ഒരു ബിസിനസ്സിൽ സംഭവിക്കുന്ന ലാസ്റ്റ് ട്രാൻസാക്ഷൻ. വേറെ ഒന്നുമില്ല, നമ്മൾ ഇവിടെ പെയ്ഡും എക്സ്പെൻസ് ഇൻകം പഠിച്ചു, പർച്ചേസും സെയിലും പഠിച്ചു, ബാങ്കും ക്യാഷും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത നമ്മൾ അങ്ങോട്ട് കടം കൊടുക്കുന്നത് ഇങ്ങോട്ട് കടം കിട്ടാനുള്ളത്. ഇത് ഇവിടെ നോക്കിയേ, പെയ്ഡ് ടു കുമാർ. നമ്മൾ കുമാറിന് ക്യാഷ് കൊടുക്കും. പെയ്ഡ് ടു കുമാർ 600 തന്നല്ലോ. പെയ്ഡ് ടു കുമാർ എത്ര? 600. അടുത്ത് പെയ്ഡ് ടു സുമിത, നമ്മളിവിടെ 700. ഓക്കെ. അടുത്ത് റെസീവ്ഡ് ക്യാഷ് ഫ്രം രാഹുൽ 1000 കൊടുക്കും. അടുത്ത് റെസീവ്ഡ് ക്യാഷ് ഫ്രം സിമി 2000. ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ പെയ്ഡ് ടു കുമാർ. കുമാറിന് നമ്മൾ ക്യാഷ് കൊടുത്തു. നമ്മൾ കൊടുക്കാനുള്ള ക്യാഷ് ആയിരുന്നു, നമ്മൾ കൊടുത്തു. കുമാറിന് നമ്മൾ ക്യാഷ് കൊടുത്താൽ കയ്യിലുള്ള ക്യാഷ് കൊടുത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആർക്ക് കൊടുത്തെന്നാണ് നമ്മൾ എഴുതേണ്ടത്? കുമാറിന് കൊടുക്കുന്നു. കുമാർ അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് കുറഞ്ഞ ക്യാഷ് എവിടെ വരും? താഴെ വരും. കുമാർ അക്കൗണ്ട് ടു ക്യാഷ്. ക്ലിയർ ആണോ? അടുത്ത് പെയ്ഡ് ടു സുമിത. ഞാൻ സുമിതയ്ക്ക് ക്യാഷ് കൊടുത്തു, എന്റെ കയ്യിലുള്ള ക്യാഷ് കൂടുക കുറയോ? കുറയുമ്പോ ക്യാഷ് എവിടെ വരും? ഞാൻ ആക്കാ കൊടുത്ത സുമിതയ്ക്ക്. സുമിത അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്ലിയർ? ഞാൻ രാഹുലിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടി, റിസീവ്ഡ് ക്യാഷ് ഫ്രം രാഹുൽ. രാഹുലിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടി, എന്റെ കയ്യിലുള്ള ക്യാഷ് കൂടുക കുറയും? അപ്പൊ ക്യാഷ് മുകളിൽ വരും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാഹുൽ. ഡൗട്ട് ഉണ്ടോ? ഇനി എനിക്ക് സിമിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടി, എന്റെ കയ്യിലുള്ള ക്യാഷ് കൂടുക കുറയോ? കൂടും. അപ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സിമി. മനസ്സിലായ? ഡൗട്ട് ഉണ്ടോ? ഇത്രേ ഉള്ളൂ. ഈ ട്രാൻസാക്ഷൻ ഇല്ലാതെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് മറ്റൊരു ട്രാൻസാക്ഷനും ഇല്ല. ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളത്. ബിസിനസ് സ്റ്റാർട്ടഡ്
വിത്ത് ക്യാഷ്. അതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്യാഷ് അക്കൗണ്ട്സ് ഡെറ്റർ ടു ക്യാപിറ്റൽ. ബിസിനസ്സിൽ ക്യാഷ് വന്നു, അതുകൊണ്ട് ക്യാഷ് മുകളിൽ വരും. ക്യാപിറ്റലിന്റെ ഫോമിൽ വരുന്നത് ക്യാപിറ്റൽ താഴെ. ഓക്കെ, ഇതൊന്ന് കാണാൻ വേണ്ടി പഠിച്ചു വെച്ചിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഒരു ഡൗട്ടും ഇല്ലല്ലോ, ക്ലിയർ ആണല്ലോ, ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പേജ് കാണാമല്ലോ അല്ലെ, നിങ്ങൾക്ക് കാണാമല്ലോ. ഡൗൺലോഡ് ടാലി പ്രൈം എന്നാണ് നമ്മൾ ഗൂഗിളിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ടാലി പ്രൈം വരും. ടാലി സൊല്യൂഷൻ ഇതാണ്. ടാലി സൊല്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടാലി സൊല്യൂഷൻ എന്ന് പറഞ്ഞ സൈറ്റ് കിടക്കുന്നുണ്ടോ, അതാണ് ടാലിയുടെ ഒറിജിനൽ, ടാലി സൊല്യൂഷൻ. അപ്പൊ ടാലി സൊല്യൂഷനിൽ ചെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഡൗൺലോഡ് സിസ്റ്റം ഉള്ളവരാണ്, സിസ്റ്റം ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. പിന്നെ ഇതിൽ എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ടാലി പ്രൈം, ടാലി പ്രൈം 4.1. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കേണ്ടത്. ടാലി പ്രൈം 4.1 കൊടുക്കുക. ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. എനിക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇതിൽ ടാലി ഉണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ടാലി വരും, ഡൗൺലോഡ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ എന്താ ഇവിടെ സർ എന്താണ് ബ്രൗസ് ചെയ്യേണ്ടത്, എന്താണ് ടാലി ടാലി പ്രൈം എന്ന് കൊടുത്താൽ, അല്ല സാർ നമ്മുടെ ഈ ഗൂഗിളിൽ ഫസ്റ്റ് ടൈം ബ്രൗസ് ചെയ്യുമ്പോഴേ എന്തായിട്ട് ഡൗൺലോഡ് ടാലി പ്രൈം. ഡൗൺലോഡ് ടാലി പ്രൈം. ഓക്കെ, ഞാൻ ഇവിടെ ടാലി ഓപ്പൺ ചെയ്യുന്നു. സെർച്ച് ബാറിൽ ഞാൻ ടാലി എന്ന് കൊടുക്കുന്നു. ടാലി പ്രൈം ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്, കാണുന്നില്ലേ? ചെറുതായിട്ടാണ്. ഇങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പോ ഏറ്റവും ആദ്യം കാണുന്നത് കൊടുക്കുന്നു. ഏതാണ്? കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ്. കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, മനസ്സിലായ? അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണും. ഏതാണ് സാർ ഡൗൺലോഡ് ചെയ്യേണ്ടത്? ലേറ്റസ്റ്റ് വേർഷൻ. 4.1. അപ്പൊ കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുക. അത് ടാലി എടുക്കുമ്പോൾ തന്നെ കാണും. ഇതാണ് ടാലിയുടെ ഹോം പേജ്. ഓക്കെ, ടാലിയുടെ ഹോം പേജ് ഇതാണ്. ഇത് ഇവിടെയാണ് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ടാലി കാണാൻ പറ്റുന്നുണ്ടോ? വളരെ ചെറുതാണ് സാർ, കാണാൻ പാടാം. ഓക്കെ, അത് റെക്കോർഡ് വീഡിയോ ക്ലാസ്സിൽ കാണാൻ പറ്റും. കേട്ടില്ല? അല്ല, ടോപ്പിൽ സാർ സർക്കിൾ ചെയ്ത് എന്തായിരുന്നു? ഗേറ്റ് വേ ഓഫ് ടാലി. ഗേറ്റ്. നമ്മുടെ വീടിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന്റെ ഗേറ്റ്, കവാടം. ഇത് ടാലിയുടെ കവാടമാണ്. സോ നമ്മൾ ടാലിയിൽ ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു ടാലി കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ടാലി ഒന്ന് തുറന്നു വെക്കണമെന്നേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു ടാലി. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു ബിസിനസ്സിൽ കയറുന്നു, പുതിയൊരു ബിസിനസ്സാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കമ്പനി ക്രിയേഷൻ. ആ കമ്പനിയുടെ പേര് ടാലിയിൽ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായ? ആദ്യം എന്ത് ചെയ്യണം? കമ്പനി ക്രിയേഷൻ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായോ? കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടത് കെ. ഇവിടെ കമ്പനി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അവിടെ കൊടുക്കുക. കണ്ടോ? അതിൽ ക്രിയേറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ക്രിയേറ്റ് കമ്പനി നെയിം ഞാനിപ്പോ എന്താ കമ്പനി നെയിം ഞാനിപ്പോ കൊടുക്കുകയാണ്. ABC ലിമിറ്റഡ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്ക്രീൻ സൂം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ പറ്റുമോ? നിങ്ങളുടെ സ്ക്രീൻ പറ്റും. അപ്പൊ അതൊന്ന് ഇത്ര ഭാഗം സ്ക്രീൻ ഒന്ന് സൂം ചെയ്യുക. ABC ലിമിറ്റഡ്.
ഓക്കെ, മെയിലിംഗ് അഡ്രസ്സ് നമ്മൾ എന്താണോ മെയിൽ ചെയ്യുമ്പോൾ വരുന്നത് അത് മാത്രം കൊടുക്കുക. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് ഞാനിപ്പോ വിഴിഞ്ഞം എന്ന് കൊടുക്കുകയാണ്. സ്റ്റേറ്റ് എപ്പോഴും കേരള, എപ്പോഴും അല്ല, നമ്മുടെ കമ്പനി കേരളത്തിലാണെങ്കിൽ കേരള കെ എന്ന് കൊടുക്കുക മതി. കൺട്രി ഇന്ത്യ തന്നെയാണ്, പിൻകോഡ് കൊടുക്കുക, ടെലിഫോൺ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം, ഈ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ്, കമ്പനി എന്ന് തുടങ്ങുന്നു എന്ന് അവസാനിപ്പിക്കുന്നു എന്നാണ്. ആരുടെയോ ഇത് നോയ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനി എന്നാണോ തുടങ്ങിയത് ആ ഡേറ്റ് കൊടുക്കുക, കമ്പനിയുടെ ഓരോ അക്കൗണ്ടിങ് ചെയ്യുന്ന ഡേറ്റും കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. കമ്പനി ക്രിയേറ്റ് ആയിട്ട് നമ്മളിപ്പോ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇതെല്ലാം സ്കിപ്പ് അടിച്ച് പോവുകയാണ്. GST നമ്പറൊക്കെയാണ് ചോദിക്കുന്നത്, നമ്മളിപ്പോ ഒന്നും ചെയ്യുന്നില്ല, നമ്മളെല്ലാം അടിച്ചു പോവുകയാണ്. ഇവിടെ ABC ലിമിറ്റഡ് എന്നൊരു കമ്പനി വന്നത് കണ്ടാ, ഇന്നത് കണ്ടാ? ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കെ കമ്പനി, ആ കമ്പനിയിൽ ക്ലിക്ക് ചെയ്താൽ ആൾട്ടർ എന്ന് പറഞ്ഞ് കാണും. നമ്മൾ കൊടുത്തൊരു ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ആൾട്ടർ ചെയ്യാനൊക്കെ പറ്റും. മനസ്സിലായ? ഇനി ഈ കമ്പനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾട്ട് ഡി, കമ്പനി എടുത്ത് വെച്ചിട്ട് ഓൾട്ട് ഡി എന്ന് മാത്രം കൊടുത്താൽ മതി. നമ്മളിവിടെ വെളിയിൽ വന്നിട്ട് നമുക്ക് ഈ കമ്പനി വേണ്ട, നമ്മൾ കമ്പനി സെലക്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഓൾട്ടർ കൊടുക്കുന്നു, അപ്പൊ കമ്പനി വരും. എന്നിട്ട് ഓൾട്ട് ഡി കൊടുക്കും. യെസ്, ആ ഷുവർ എന്ന് ചോദിക്കണം, ഞാൻ മിസ് എന്ന് കൊടുക്കണം. അവിടെ കമ്പനി ഡിലീറ്റ് ആവും. ഓക്കെ, ആ കമ്പനി നമ്മളിൽ നിന്ന് കൊടുക്കുന്നു. ഇതാണ് കമ്പനി ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നതാണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ട്രാൻസാക്ഷൻസ് നല്ലതുപോലെ പഠിക്കണം. ഓക്കെ, അതാണ് നമ്പർ 2, റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. അതിന് നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ എന്നാണ് പറയുന്നത്. ലെഡ്ജർ ക്രിയേഷൻ ഇന്ന് പഠിപ്പിച്ച ജേണലേത് നിങ്ങൾ ഒരു 4-5 വർഷമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഞാൻ 1-2 വർക്ക് ഇട്ട് തരും, അതും കൂടിയിട്ട് നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്താ പറയുന്നത് സാർ? ലെഡ്ജർ ക്രിയേഷൻ. അപ്പൊ അതുകൂടി ആ ലെഡ്ജർ ക്രിയേഷനിലെ ട്രാൻസാക്ഷൻസ് എല്ലാം പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലെഡ്ജർ ക്രിയേഷൻ കൃത്യമായിട്ട് ചെയ്യേണ്ടത് പറ്റുള്ളൂ. അപ്പൊ ട്രാൻസാക്ഷൻസ് ആദ്യം പഠിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരും. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ജേണൽ ഞാൻ ഇട്ട് തരും. മൂന്നാമത്തെ കാര്യം, വാട്സപ്പില് അല്ല ആപ്പിൽ ഇട്ട് തരും. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത് ആപ്പിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യുക. ജേണൽ തരാം, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സമയമുള്ളപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇതിപ്പോ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് അറിയത്തില്ല. ഈ രീതിയിലായിരിക്കും ബേസിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും പോകുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്ന് ക്ലാസ്സിന്റെ ഒരു ഒപ്പീനിയൻ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾ അയക്കുക. അത് എന്റെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതിയോ ഇല്ലെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അക്കൗണ്ടിങ് ആണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എനിക്കൊരു ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സാർ. നിതിൻ സാറ് സൂപ്പർ ആയിട്ടുണ്ട് ക്ലാസ് കേട്ടോ, നല്ല സൂപ്പർ ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു സർ.